ഭീമസേനൻ അടുപ്പ് കൂട്ടി എന്ന് പറയുന്ന 5 കല്ലുകളാണ് ഇവിടെ ഇങ്ങനെ കാണുന്നത്. ശരിക്കും ഈ മലയുടെ മുകളിൽ ഇങ്ങനെ ഒരു 5 കല്ല് എങ്ങനെയാണ് വന്നതെന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഭീമസേനൻ കാൽപാദം കൊണ്ട് കുഴിച്ചു എന്ന് പറയുന്ന ആ ഒരു ചെറിയ കുളം ഇതാണ്. ഇവിടെ എല്ലാ കാലത്തും വെള്ളം ഉണ്ടാവും. ഇതിനകത്ത് 1-2 ആമ്പലൊക്കെ വളർന്ന് നല്ല ഭംഗിയാണ് കാണാൻ. അനേകം ദിവ്യാത്മാക്കളുടെ അദൃശ്യ സാന്നിധ്യം ഈ ജലാശയത്തിലുള്ളതുകൊണ്ട് ക്ഷേത്രാചാരങ്ങൾക്ക് വിരുദ്ധമായ പ്രവൃത്തികളുണ്ടായാൽ അപമൃത്യു വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. രാവിലെ ഒരു 10:30 കർക്കിടക മാസമാണെങ്കിലും നല്ല വെയിലുള്ള ഒരു സമയത്താണ് ഞാൻ ഉറവപ്പാറയിലേക്ക് എത്തുന്നത്. ഉറവപ്പാറയെക്കുറിച്ച് നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും ഇത്രയും മനോഹരമായൊരു വ്യൂ പോയിൻ്റ് തൊടുപുഴയിലുണ്ടെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. പ്രകൃതി സ്നേഹികളെയും ഭക്തജനങ്ങളെയും ഒരേപോലെ ആകർഷിക്കുന്ന ഒരു സ്ഥലം. ഈ ഒരു സ്ഥലത്തിൻ്റെ ഐതിഹ്യ പ്രാധാന്യവും മനോഹാരിതയും ഒന്നുകൊണ്ട് തന്നെയായിരിക്കണം സുബ്രഹ്മണ്യസ്വാമി തനിക്ക് കുടിയിരിക്കുവാനായി ഇങ്ങനെയൊരു മല തിരഞ്ഞെടുത്തതും. സൂര്യാസ്തമയ സമയത്ത് ആ കാഴ്ച കാണാൻ 100 കണക്കിന് ആളുകളാണ് ഇവിടെ എത്തിച്ചേരാറുള്ളത്. ഈ മലമുകളിൽ നിന്നുകൊണ്ടുള്ള പ്രകൃതിയുടെ ആ സുന്ദര ദൃശ്യങ്ങൾ നമുക്ക് കുറച്ചൊന്ന് കാണാം. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തൊടുപുഴയ്ക്കടുത്തുള്ള ഉറവപ്പാറ എന്നൊരു സ്ഥലത്താണുള്ളത്. തൊടുപുഴ ടൗണിൽ നിന്ന് ഏതാണ്ടൊരു 4 കിലോമീറ്റർ അകലെയായിട്ട് തൊടുപുഴ മൂലമറ്റം റൂട്ടിലാണ് മനോഹരമായിട്ടുള്ള ഈ ഒരു പ്രദേശമുള്ളത്. തറനിരപ്പിൽ നിന്നും ഏതാണ്ടൊരു 500 അടിയോളം ഉയരത്തിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു വലിയ പാറയാണ് ഈ പ്രദേശം. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു പുരാതനമായിട്ടുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവും മറ്റു ചില ഐതിഹ്യ ശേഷിപ്പുകളും ഒക്കെ കാണാനുണ്ട്. അതായത് പ്രകൃതി സ്നേഹികളെയും ഭക്തജനങ്ങളെയും ഒക്കെ ഒരേപോലെ ആകർഷിക്കുന്ന ഒരു സ്ഥലം. ഈ ഒരു പ്രദേശത്തിന് പഞ്ചപാണ്ഡവരുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യവും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതായത് പഞ്ചപാണ്ഡവർ വനവാസകാലത്ത് ഇവിടെ വന്നിരുന്നുവെന്നും ആ സമയത്ത് അവർ ഭക്ഷണം പാകം ചെയ്യാനായി അടുപ്പ് കൂട്ടിയെന്നും കൂടാതെ ഭീമസേനൻ്റെ കാൽപാദം പതിഞ്ഞുവെന്ന ഐതിഹ്യമുള്ള ഒരു തീർത്ഥക്കുളവുമൊക്കെ ഈ മലയുടെ മുകളിലുണ്ട്. അപ്പോൾ ഈ കഥകളൊക്കെ ഓരോന്നായിട്ട് പുറകെ പറയാം. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് തൊടുപുഴ നിന്ന് മൂലമറ്റത്തേക്ക് വരുമ്പോൾ ഒരു 3.5 കിലോമീറ്റർ കഴിയുമ്പോൾ റോഡിൻ്റെ വലതുവശത്തായിട്ട് ക്ഷേത്രത്തിൻ്റെ പേര് വെച്ച ഒരു ആർച്ച് കാണാം. ഒരു ഇടുങ്ങിയ വഴിയിലൂടെ കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ അവിടെ റോഡ് 2ആയിട്ട് തിരിയുന്നത് കാണാം. അപ്പോൾ ഇടതുവശത്തുകൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് നടന്ന് ഈ മലയുടെ മുകളിലേക്ക് കയറാം. വാഹനങ്ങളിൽ വരുന്നവർ വലതുവശത്തേക്കുള്ള മേൽപോട്ടുള്ള വഴിയെ തന്നെ പോരുക. ഈ വഴി വന്നെത്തുന്നത് ക്ഷേത്രത്തിൻ്റെ നേരെ താഴെവശത്താണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വാഹനം ഈ ഒരു ഭാഗത്ത് പാർക്ക് ചെയ്തിട്ട് നേരെ മുകളിലേക്ക് കയറാം. അപ്പോൾ ഇവിടെ ഒരു ഗേറ്റ് കാണാം. ക്ഷേത്രം തുറന്നിരിക്കുന്ന സമയത്താണെങ്കിൽ ഈ ഒരു ഗേറ്റ് തുറന്നിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നട അടച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഗേറ്റും പൂട്ടും. ഈ ഗേറ്റിൻ്റെ സൈഡിൽ കൂടി നമുക്ക് നേരെ മുകളിലേക്ക് കയറാം. കുത്തനെ കയറ്റം കയറാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സൈഡിൽ കൂടി സ്റ്റെപ്പുകളും കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ക്ഷേത്രത്തിന് മുൻപിലേക്ക് എത്തി. അപ്പോൾ ഇതാണ് ഉറവപ്പാറ സുബ്രഹ്മണ്യ ക്ഷേത്രം. പൊളമറ്റം എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മലയാള പഴനി എന്നൊരു പേരുകൂടി ഈ ക്ഷേത്രത്തിന് പറയുന്നുണ്ട്. ക്ഷേത്രത്തിലെ സമയവും പ്രധാന ദിവസങ്ങളും ഒക്കെ ഇവിടെ ഒരു ബോർഡിലായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. സാധാരണ ദിവസങ്ങളിൽ 6 മണി മുതൽ 10 മണി വരെയും ഞായറാഴ്ച 6 മണി മുതൽ 10:30 വരെയും അതുപോലെ ഷഷ്ഠി ദിവസങ്ങളിൽ 5 മണി മുതൽ 12 മണി വരെയും നട തുറന്നിരിക്കും. മറ്റ് പ്രധാന ദിവസങ്ങളുമൊക്കെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. മണ്ഡലകാലത്ത് 2 നേരവും ഉണ്ടാവും. അതുപോലെ മകരമാസത്തിലെ തൈപ്പൂയം വളരെ വിശേഷമാണ്. നമുക്ക് അമ്പലത്തിൻ്റെ മുൻവശത്തേക്ക് ഒന്ന് കയറി നോക്കാം. ഇപ്പോൾ എന്തായാലും അമ്പലം അടച്ചിട്ടുണ്ടാവും. ശരിക്കും തമിഴ്നാട്ടിലെ ചില ക്ഷേത്രങ്ങൾ പോലെയാണ് മുൻവശം നോക്കുമ്പോൾ നമുക്ക് തോന്നുക. ഒരു മലയുടെ മുകളിൽ അല്പം ഉയർന്ന ഭാഗത്ത് ചുറ്റുമതിലുമൊക്കെ കെട്ടിത്തിരിച്ച് മുകളിലേക്ക് ധാരാളം പടികളോടുകൂടി. തമിഴ്നാട്ടിൽ ഇതുപോലെ തന്നെ ധാരാളം സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ ഇതുപോലുള്ള മലകളിൽ നമുക്ക് കാണാൻ കഴിയും.
ഇവിടെ എന്തായാലും ഗേറ്റ് കുറ്റിയിട്ടിരിക്കുകയാണ്. അകത്ത് അധികം വലിപ്പമില്ലാത്ത ഒരു ചെറിയ ക്ഷേത്രമതിലകം, മുൻവശത്തായിട്ട് ഒരു നടപ്പന്തലും നിർമ്മിച്ചിട്ടുണ്ട്. ക്ഷേത്ര ജീവനക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അകത്തെ കാഴ്ചകൾ കൂടി ഒന്ന് കാണാം. ഈ ക്ഷേത്രം കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഇരിക്കുന്നത്. മുൻവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദൂരെ മുഴുവനും വലിയ മലനിരകൾ നിറഞ്ഞ് മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുക. കടലിലൊരു കപ്പൽ നങ്കൂരമിട്ട് കിടക്കുന്ന പോലെയാണ് താഴെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ മല കാണാനാവുക. ഈ മതിൽക്കെട്ടിന് താഴെയായിട്ട് വടക്കുകിഴക്കേ കോണിൽ ഒരു ക്ഷേത്രക്കുളം കൂടിയുണ്ട്. അപ്പോൾ ഇത് സാമാന്യം വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു കുളമാണ്. അപ്പോൾ ഇവിടെ ബോർഡിൽ ചില അറിയിപ്പുകളൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് ക്ഷേത്രത്തിലെ ഈശാന കോണിൽ കാണപ്പെടുന്ന ജലാശയങ്ങൾക്ക് ക്ഷേത്രാചാരപ്രകാരം വളരെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നു. ആയതിനാൽ അശുദ്ധിയുള്ള അവസരങ്ങളിൽ ഭക്തജനങ്ങൾ കുളത്തിലെ വെള്ളം സ്പർശിക്കാതിരിക്കുക. മനുഷ്യരുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത അനേകം ദിവ്യാത്മാക്കളുടെ സാന്നിധ്യം ഈ ജലാശയത്തിലുള്ളതുകൊണ്ട് ക്ഷേത്രാചാരങ്ങൾക്ക് വിരുദ്ധമായ പ്രവൃത്തികളുണ്ടായാൽ അപമൃത്യു വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അസമയങ്ങളിൽ മനുഷ്യ സാന്നിധ്യം ഈ കുളത്തിന് സമീപം നല്ലതല്ല. ഭക്തജനങ്ങൾ വായു കഴുകി ജലാശയത്തിലേക്ക് തുപ്പി വെള്ളം അശുദ്ധമാക്കരുത്. ജലാശയത്തിന് ആഴവും വഴുക്കലും ഉള്ളതിനാൽ അശ്രദ്ധമായി കുളത്തിലിറങ്ങരുത്. അപ്പോൾ ഈ ബോർഡിൽ പറഞ്ഞിരിക്കുന്ന അറിയിപ്പുകളൊക്കെ ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും പാലിക്കുക. ഇവിടെ വന്ന് കാഴ്ചകളൊക്കെ കാണുക, കുപ്പിയും മറ്റ് സാധനങ്ങളുമൊക്കെ വലിച്ചെറിഞ്ഞ് വൃത്തികേടാക്കാതിരിക്കുക, മാന്യമായിട്ട് തിരിച്ചു പോവുക. ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തേക്ക് ഇതിലെയാണ് പോകുന്നത്. ഓഫീസും മേൽശാന്തിയുടെ റൂമും ഒക്കെ ഈ ഒരു ഭാഗത്താണ്. ഇവിടെ തെക്ക് വശത്തായിട്ട് ഒരു ചെറിയ ഗേറ്റും കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ക്ഷേത്രത്തിലൊന്ന് കയറിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. ഇപ്പോൾ സമയം ഏതാണ്ട് രാവിലെ 10:30 ആയിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ ദിവസങ്ങളിൽ 10 മണിക്ക് ഇവിടെ നടയടയ്ക്കും. ഇനിയിപ്പോൾ ഇവിടെ ക്ഷേത്ര ജീവനക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അവരും അധികം താമസിക്കാതെ തന്നെ പോകും. അപ്പോൾ അടുത്തിടെയാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു വട്ടശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായിട്ടാണ് ബാലമുരുകഭാവത്തിലുള്ള സുബ്രഹ്മണ്യസ്വാമി സ്വയംഭൂവായിട്ട് കുടികൊള്ളുന്നത്. ഈ ശ്രീകോവിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേകത കാണാം. സാധാരണ ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് അധികം ഉയർത്തിക്കെട്ടിയ ഒരു തറയല്ല. സ്വയംഭൂ ആയതുകൊണ്ടാവും പാറയുടെ മുകളിൽ ചെറിയൊരു അടിത്തറ നിർമ്മിച്ച് അതിൻ്റെ മുകളിലാണ് ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത്. സാമാന്യം വലിപ്പമുള്ള ഒരു വല്യമ്പലം. ഉപദേവന്മാരായി തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഗണപതിയെയും അയ്യപ്പനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പിന്നെ ഇതുകൂടാതെ പുറത്ത് രക്ഷസിൻ്റെ ഒരു പ്രതിഷ്ഠ കൂടിയുണ്ട്. നാലമ്പലത്തിന് വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചെറിയൊരു ക്ഷേത്രമതിലകാണ്. മുൻവശത്തായിട്ടൊരു ചെറിയ നടപ്പന്തലുമുണ്ട്. ഈ ക്ഷേത്രത്തെപ്പറ്റി കാര്യമായിട്ടുള്ള ഐതിഹ്യങ്ങളൊന്നും നിലവിലില്ല. പണ്ട് കാലത്തുണ്ടായിരുന്ന സിദ്ധന്മാർ ആരാധിച്ചിരുന്ന ഒരു മൂർത്തിയാണ് ഇവിടുത്തെ സുബ്രഹ്മണ്യസ്വാമി എന്ന് പറയപ്പെടുന്നു. ഉറവപ്പാറ ദേവനെ ഉപാസനാമൂർത്തിയായി കാണുന്ന പണ്ട് കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആദിവാസി സമൂഹങ്ങളിൽപ്പെട്ടവരും അല്ലാത്തവരുമൊക്കെ ഉത്സവ സമയത്ത് ഇവിടെ എത്തുകയും ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ഒക്കെ പതിവാണ്. മകരമാസത്തിലെ പുണർന്ന നാളിലാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം. ഉത്സവത്തിന് വരുന്നവർ പിറ്റേന്ന് പൂയം തൊഴുത് ഇറങ്ങുക എന്നുള്ളതാണ് കാലങ്ങളായിട്ടുള്ള ഇവിടുത്തെ ഒരു സമ്പ്രദായം. തൈപ്പൂയത്തിനും സ്കന്ദഷഷ്ടിക്കുമൊക്കെ അസാമാന്യമായ ഒരു ജനത്തിരക്കാവും ഇവിടെ ഉണ്ടാവുക. അതുപോലെ ഈ മലയുടെ അടിവാരത്തായി ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു ഉറവയുണ്ട്. അതായത് പൗർണമി, അതുപോലെ വാവും പൂയവും തിരുവുത്സവമൊക്കെ ഒരുമിച്ച് വരുന്ന ചില അപൂർവ ദിവസങ്ങൾ. ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിലെ അഭിഷേക സമയത്ത് മാത്രമാണ് ഈ ഉറവ കാണുക. അതുകൊണ്ടാണ് ഈ പാറയ്ക്ക് ഉറവപ്പാറ എന്നൊരു പേരുണ്ടാവാനും കാരണം. ആ സമയത്ത് ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾ രോഗശമനത്തിനും മറ്റുമായി ഔഷധഗുണമുള്ള ഈ ഒരു തീർത്ഥം സംഭരിച്ചു കൊണ്ടുപോകുന്നതും പതിവാണ്. ഈ തീർത്ഥം കൈകൊണ്ട് നേരിട്ട് സംഭരിക്കരുതെന്ന് ഒരു നിയമമുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഉറവ അപ്രത്യക്ഷമാകും അത്രേ. ഇപ്പോൾ തുളസിയില കൊണ്ടോ കൂളത്തില കൊണ്ടോ ഒക്കെയാണ് ഈ തീർത്ഥം ഭക്തജനങ്ങൾ ശേഖരിക്കുക പതിവ്. അപ്പോൾ അതുപോലെ ഉപ്പും കുരുമുളകും സമർപ്പിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടുകളിലൊന്നാണ്. അപ്പോൾ അതിൻ്റെ പുറകിൽ ഒരു ഐതിഹ്യം പറയുന്നുണ്ട്. പണ്ട് കാലത്ത് ഇവിടുത്തെ ആരാധനകളും മറ്റും നടത്തിക്കൊണ്ടിരുന്നത് ആദിവാസി സമൂഹങ്ങളായിരുന്നു അത്രേ. അങ്ങനെ ഒരു ഉത്സവകാലത്ത് ഇങ്ങോട്ടേക്ക് പുറപ്പെട്ട ആദിവാസികളുടെ മൂപ്പൻ പെട്ടെന്ന് ബോധരഹിതനാവുകയും തുടർന്ന് അവൻ ഉറവപ്പാറ ദേവനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ കയ്യിലുള്ള ഉപ്പും കുരുമുളകും മൂപ്പൻ്റെ തലയ്ക്കൊഴിഞ്ഞ് ക്ഷേത്രത്തിൽ സമർപ്പിക്കുവാനായി മാറ്റിവെച്ചു. അപ്പം അധികം താമസിക്കാതെ തന്നെ മൂപ്പൻ്റെ അസുഖം മാറുകയും അങ്ങനെ അവർ മൂപ്പനുമായി ക്ഷേത്രത്തിലെത്തി ദേവന് മുൻപിൽ ഈ ഉപ്പും കുരുമുളകും സമർപ്പിക്കുകയും ചെയ്തു.
അപ്പോൾ അതിനുശേഷമാണത്രേ ദേവൻ്റെ പ്രധാന വഴിപാടുകളിലൊന്നായി ഈ കുരുമുളകും ഉപ്പും സമർപ്പിക്കുന്നത് പ്രധാനമായി മാറിയത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പിന്നെയുള്ള ഐതിഹ്യം എന്നത് പഞ്ചപാണ്ഡവർ വനവാസകാലത്ത് ഇവിടെ വന്നിരുന്നുവെന്നും അവർ ഇവിടെ പർണശാല കെട്ടി താമസിക്കുകയുമൊക്കെ ഉണ്ടായി എന്നുള്ളതുമാണ്. അതുമായി ബന്ധപ്പെട്ട ഐതിഹ്യ ഭാഗങ്ങളാണ് ആദ്യം നമ്മൾ കണ്ടത്. നമുക്കതുകൂടി ഒന്ന് പോയി കാണാം. ക്ഷേത്രത്തിന് ചുറ്റും മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട്. പുറകുവശത്തേക്ക് എന്ന് കഴിഞ്ഞാൽ കണ്ണെത്താ ദൂരത്തോളം ഈ പാറക്കൂട്ടം ഇങ്ങനെ നീണ്ടു തുറന്ന് കിടക്കുന്നത് കാണാം. ക്ഷേത്രത്തിൻ്റെ തൊട്ട് പുറകിലായിട്ടൊരു വാട്ടർ ടാങ്കും സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പം ആ ഒരു ഭാഗത്തേക്ക് നടക്കണമെങ്കിൽ നമ്മൾ കുറച്ചങ്ങ് നടക്കാനുണ്ട്. ഇപ്പം ഈ ഒരു ഉച്ച സമയത്ത് ഇവിടെ വരാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. കാരണം ഈ പാറ മുഴുവനും ഈ ഒരു സമയത്ത് ചുട്ടുപഴുത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ മലയുടെ അങ്ങേയറ്റം വരെ നമ്മൾ നടന്നുപോയി തിരിച്ചിങ്ങോട്ട് വരിക എന്നുള്ളത് ഒട്ടും പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ഈ കാണുന്നതാണ് ഭീമസേനൻ പാഞ്ചാലിക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതിനായി കൂട്ടിയ അടുപ്പുകല്ലുകൾ എന്ന് വിശ്വസിക്കുന്ന ഭാഗം. 5 വലിയ കല്ലുകളാണ് ഇവിടെ നമുക്ക് കാണാനുള്ളത്. ഇത്രയും വലിയൊരു മലയുടെ മുകളിൽ ഇവിടെ മാത്രം എങ്ങനെ ഈ കല്ലുകൾ വന്നു എന്നുള്ളതും ഒരു അതിശയമാണ്. കണ്ടാൽ ഒരടുപ്പിൻ്റെ രീതിയൊക്കെ നമുക്ക് തോന്നും. ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ മല ഇവിടം കൊണ്ട് തീരുകയാണ്. അപ്പുറത്ത് കാണുന്ന ഉയർന്ന ഭാഗത്തേക്ക് മറ്റേതോ ഭാഗത്തുകൂടി വേണം നമുക്ക് കയറി ചെല്ലാൻ. ഉച്ചസമയമായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹസം വേണ്ട എന്ന് തന്നെ തീരുമാനിച്ചു. പൊളമറ്റം മുതൽ പാലാ റൂട്ടിലുള്ള ചുങ്കം വരെ ഏതാണ്ട് 3 കിലോമീറ്ററോളം ദൂരത്തിലാണ് ഈ പാറയുടെ കിടപ്പ്. വിനീത് ശ്രീനിവാസൻ്റെ എബി എന്ന ചിത്രത്തിൻ്റെ ഏതാനും ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തതും ഇവിടെ വെച്ചാണ്. നമുക്കിനി ആ ഭീമപാത തീർത്ഥക്കുളം കൂടി ഒന്ന് കാണാം. പാണ്ഡവർ ഇവിടെ വന്ന സമയത്ത് ജലത്തിൻ്റെ ആവശ്യത്തിനായി ഭീമസേനൻ കാൽപാദം അമർത്തി ഉണ്ടാക്കിയതാണ് ഈ ഭീമപാത തീർത്ഥക്കുളം എന്നാണ് ഐതിഹ്യം പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആഴം എത്രയുണ്ടെന്ന് പരിശോധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കമ്പിവേലിയൊക്കെ കെട്ടി സംരക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും ഈ കുളത്തിനുള്ള ജലം മലിനമാണ്. കാലാകാലങ്ങളിൽ ഈ കുളം വൃത്തിയാക്കിയിരുന്നെങ്കിൽ ഈ വെള്ളം കുടിക്കാൻ പോലും എടുക്കാൻ സാധിക്കുമായിരുന്നു. ഈ കുളം കുട്ടനാടൻ പാടശേഖരങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന് ഇവിടെയുള്ള പഴമക്കാർ പറയുന്നു. കുട്ടനാടൻ പാടങ്ങൾ ഉഴുതുമറിക്കുമ്പോൾ ഈ ജലവും ചെളി കലർന്നതാവുമത്രേ. ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. നമുക്കിനി ക്ഷേത്രത്തിന് അങ്ങോട്ട് തന്നെ പോവാം. ഇപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഈ പാറയുടെ 2 വശത്തും സുരക്ഷാവേലികൾ സ്ഥാപിച്ചിരിക്കുന്നത് കാണാം. ഒരു കാരണവശാലും ആ ഒരു ഭാഗം കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകരുത്. ചില ഭാഗങ്ങളിൽ കിഴുക്കാൻ തൂക്കായ പാറക്കെട്ടുകളായതുകൊണ്ട് തന്നെ താഴേക്ക് വീണു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടം അത്ര രൂക്ഷമായിരിക്കും. ഇങ്ങോട്ടേക്ക് വരുന്നവർ കഴിവതും കയ്യിലൊരു കുപ്പി വെള്ളം കൂടി കരുതേണ്ടത് അത്യാവശ്യമാണ്. കാരണം ക്ഷേത്രത്തിന് പുറത്തുള്ള പൈപ്പുകൾ ക്ഷേത്ര സമയം കഴിഞ്ഞാൽ പൂട്ടുകയും ചെയ്യും. അതുപോലെ ടോയ്ലറ്റ് സൗകര്യങ്ങളും ലഭ്യമല്ല. ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴിക്ക് ഒരു ടോയ്ലറ്റ് ഉണ്ടെങ്കിലും അതും ഈ ക്ഷേത്ര സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പൂട്ടിയിടും. ഈ മലയുടെ 2 വശവും പോയി നിന്ന് കഴിഞ്ഞാൽ തൊടുപുഴയുടെ ഏതാണ്ട് പൂർണ്ണമായ ഭാഗങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഈ പാറയുടെ താഴെയായിട്ട് പ്രദേശവാസികളുടെ കൃഷിയിടങ്ങളും വീടുകളും മറ്റ് തനതായ ഗ്രാമീണ കാഴ്ചകളുമൊക്കെ ധാരാളം കാണാം. കുറച്ചു നേരം മറ്റ് തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ഒരു ക്ഷേത്ര ദർശനവും നടത്തി കുറച്ച് കാഴ്ചകളുമൊക്കെ കണ്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലം. പക്ഷേ ക്ഷേത്ര ദർശനം നടത്തണമെന്നുണ്ടെങ്കിൽ രാവിലെ 9 മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തുകയും വേണം. തീർച്ചയായിട്ടും ഒരു നഷ്ടമാവില്ല ഇങ്ങോട്ടേക്കുള്ള യാത്ര. ഉറവപ്പാറ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആരെങ്കിലുമൊക്കെ തൊടുപുഴ വഴി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ക്ഷേത്രം ഒന്ന് കാണുക. അപ്പോൾ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാവിലെ നേരമോ വൈകുന്നേരമോ നോക്കി വരാൻ ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു സമയത്ത് എന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും നമുക്ക് ഇതിൽ ഈ ഒരു നേരത്തെ ഈ വെയിലത്തോട് നടക്കാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അത് നോക്കി വരിക. വൈകുന്നേരമൊക്കെയാണെങ്കിൽ അസ്തമയം വളരെ പ്രധാനമാണ്. ഇവിടെ ഭയങ്കര ഭംഗിയാണ് കാണാൻ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ്. നമുക്ക് പുതിയൊരു അധ്യായവുമായിട്ട് വീണ്ടും ഉടനെ തന്നെ കാണാം.